ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ഈ ഹൽവ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബോൾ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കപ്പളവില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക. ആ കപ്പിൽ തന്നെ നിങ്ങൾ പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളമൊക്കെ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നില്ല, അതുപോലെ നല്ല കട്ടിക്ക് ഒന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കപ്പില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി ആ ഒരു കപ്പിൽ തന്നെ നമ്മൾ മാവ് എടുക്കുന്ന കപ്പ് ഏതാണോ ആ ഒരു കപ്പിൽ ഒരു 4 കപ്പ് വെള്ളം നമ്മുടെ ഈ ഗോതമ്പ് നമ്മൾ കുഴച്ച് മാവാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഗോതമ്പ് പൊടിൻ്റെ പാല് നമുക്ക് പുഴിഞ്ഞെടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതാ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 3 മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് നമുക്ക് പാല് കിട്ടും. അതിനുശേഷം നമുക്കിതിൽ നിന്നും പാലൊന്ന് പുഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 3-4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് മാവ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പുഴിഞ്ഞിതിൻ്റെ പാലെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് പുഴിഞ്ഞെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് തന്നെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് അമർത്തി പുഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ പാലും ഇതിൻ്റെ അഴുക്കുണ്ടല്ലോ, വേസ്റ്റും കൂടി സെപ്പറേറ്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങും. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടേ നമ്മളിതിൻ്റെ പാലൊക്കെ നന്നായിട്ട് പുഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾ അരിച്ചെടുക്കുമ്പോൾ നല്ല ഒട്ടും തരികൾ ഒന്നും വീഴാണ്ട് ഉള്ള ഒരു അരിപ്പയിലൂടെ തന്നെ അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ വേസ്റ്റ് നല്ല വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് കളയാം. എന്നിട്ട് അതിൻ്റെ പാല് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ്ട് ഈ വേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ക്യാരമൽ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്ത് ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ക്യാരമലാക്കി എടുക്കുക. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അതാണ്ട് നന്നായിട്ട് ക്യാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചസാര പെട്ടെന്ന് കട്ടിയായി പോകും. ഇപ്പോൾ അതാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹൽവ തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഹൽവയിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നെയ്യിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതിനുശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ പുഴിഞ്ഞെടുത്തിട്ടുള്ള പാല് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒട്ടും കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വേഗം ഇതൊന്ന് തിക്കായി വരാനായിട്ട് തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഹൽവ ഉണ്ടാക്കി തുടങ്ങിയാൽ അതിൻ്റെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറാതിരിക്കുക. അപ്പോൾ ഇത് കൈവിടാണ്ട് ഇളകി കൊടുത്തിരിക്കുക. വേഗം തന്നെ ഇതൊന്ന് തിക്കായി വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് തിക്കായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദാണ്ട് ഈ ഒരു പരുവം നമുക്ക് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, നിങ്ങൾക്ക് തിക്കായി വരുമ്പോൾ മനസ്സിലാവുമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ നമുക്ക് ക്യാരമൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്യാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാരമൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ കൈവിടാണ്ട് തന്നെ വേഗം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് വേഗം കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നായിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും നമ്മുടെ 250 ml കപ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഈ ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർക്കുക. നിങ്ങൾക്ക് നല്ല മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുക. പക്ഷേ ഇത് നോർമലി നമ്മുടെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഹൽവയുടെ ആ ഒരു മധുരം ഈ ഒരു
അളവിൽ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഞാനിപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഏലക്ക പൊടിഞ്ഞ് കിട്ടും. അത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഹൽവ ഒന്ന് തിക്കായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യുടെ അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് നെയ്യോളം നമ്മൾ ടോട്ടലി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോ ടൈമിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ നെയ്യും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ഈ മിക്സ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ ഹൽവ ഒന്ന് തയ്യാറാവാനായിട്ട് വേണ്ടി വരും. ഇത് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനിടയിലായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിത് വിട്ടു പോകാണ്ട് വീഡിയോ കട്ടാക്കാണ്ട് കാണിക്കുകയാണ് കേട്ടോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാനായിട്ടാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് നെയ്യ് വേണ്ടി വരും ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ടെ ഈ ഒരു തിക്നെസ്സിലായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവ കുറച്ചുകൂടി ഒന്ന് തിക്കായി വരുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഒരു 3/4 മണിക്കൂർ ആവശ്യമായി വരും കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വീണ്ടും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/2 കപ്പ് നെയ്യ് പല ടൈമിലായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം നമ്മൾ ഒഴിച്ച് ഒന്ന് തിക്കായി വന്നതിന് ശേഷം വീണ്ടും ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏതാണ്ട് ഫൈനലി നമ്മൾ ഹൽവ ഏകദേശം ഒന്ന് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പാനിൽ നിന്നൊക്കെ വിട്ടു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു 2-3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഹൽവ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലും അതുപോലെ തന്നെ അതേ ഒരു കളറിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ട്രേയോ അല്ലെങ്കിൽ പുഡിംഗ് ട്രേയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും എടുക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഷേപ്പിനുള്ള നോർമൽ ഒന്ന് പാത്രം എടുത്താലും മതി. അതിനുശേഷം നമ്മുടെ മിക്സ് ഹൽവയുടെ മിക്സ് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂണിൽ അതുപോലെ നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്ത ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹൽവ ഒന്ന് സെറ്റായിട്ട് കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി നമ്മുടെ ഹൽവ നന്നായിട്ട് സെറ്റായി വരും. ഇപ്പോൾ ഇതാണ്ട് ഒരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ ഹൽവ ഏകദേശം 30-45 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഹൽവ സെറ്റായി വന്നിട്ടുണ്ട്. ആദ്യം ഇതുപോലൊരു സ്പാച്ചില കൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പാത്രത്തിൽ നിന്നും ഈ ഹൽവ ഒന്ന് വിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ദാ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഹൽവ നമ്മൾ പാത്രം ഒന്ന് മാറ്റുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അടിപൊളിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. വീട്ടിൽ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി അല്ലേ, അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലുമുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം ചിലവൊന്നുമില്ല. അപ്പോൾ അതാണ്ട് നമ്മളിതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നാവിൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. മസ്റ്റായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കാം. നിങ്ങൾക്ക് ഈ ഹൽവയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സബ്സ്ക്രൈബ് ആക്കാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അതുപോലെ തന്നെ പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.